നോക്കുക അജിൻസെ, ഇതാണ് ടാക്ടിക്കൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ജന്മഭൂമിയിൽ ചന്ദ്രികയുടെ മുഖപ്രസംഗം വന്നത് ശത്രുവിന്റെ കോട്ടക്കുള്ളിൽ ലീഗ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ്. ഒന്നും മനസ്സിലാക്കാതെ ഇതിനെ ഇൻസൾട്ട് ചെയ്യുകയാണ് സൈബർ സഖാക്കൾ. സർജിക്കൽ സ്ട്രൈക്കോ? ഇത് ലീഗും കോൺഗ്രസും BJPയും തമ്മിലുള്ള അന്തർധാരയുടെ തെളിവല്ലേ ദാവൂദ്? RSന്റെ രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന ലീഗിന്റെ പ്രസ്താവനയെ പ്രശംസിച്ച് ജന്മഭൂമി എഡിറ്റോറിയൽ എഴുതിയതൊക്കെ മറന്നോ? അല്ല, രാവിലെ പത്രം തുറക്കുന്ന RSSകാരന്റെ ബോധമനസ്സിലേക്ക് ലീഗ് ചിന്തകൾ കടത്തിവിടുന്ന ഇന്റലക്ച്വൽ ഇൻഫിൽട്രേഷനാണിത്. ഇത് ചെയ്യാൻ വേറെ ആർക്ക് സാധിക്കും? ലീഗിനെ മുക്തകണ്ഠം പ്രശംസിക്കാതെ വയ്യ. കൃത്യമാണ്. ഈ 3 പത്രങ്ങളും പൊളിറ്റിക്കൽ ഹാർമണിയുടെ റെപ്രസെന്റേഷൻ ആണെന്ന് മറക്കരുത്. സംഘപരിവാറിനെ അവർ പോലും അറിയാതെ ആശയപരമായി മാറ്റുന്ന സ്വാംശീകരണ രാഷ്ട്രീയം. അതുകൊണ്ട് RSSകാരന്റെ ചായക്കടയിൽ ചന്ദ്രികയുടെ ഗന്ധമുള്ള ജന്മഭൂമി ഇരിക്കുന്നത് കണ്ട് അവർ വിജൃംഭിതരായിരിക്കുന്നു. മാർവലസ് പ്ലാൻ. കറന്റ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കൃത്യമായി നിരീക്ഷിക്കുന്നവർക്കറിയാം, ഇത് ജന്മഭൂമിയെ ഉള്ളിൽ നിന്ന് ചന്ദ്രികയാക്കി മാറ്റിയ സ്ട്രാറ്റജിക് വിജയമാണ്. പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കണ്ടന്റുകളിൽ അതുണ്ടാവാറില്ല. ബ്രാഹ്മണിക്കൽ മാർക്സിസത്തിനെതിരെ 3 പത്രങ്ങളുടെയും ടാക്ടിക്കൽ മൂവ്. 1-2 വ്യത്യാസങ്ങളുണ്ട് ദാവൂദ് സാഹിബേ. കള്ളപ്പണം വെളുപ്പിച്ചിട്ടായാലും ജന്മഭൂമിയും ചന്ദ്രികയും സാലറി കൊടുക്കുന്നു. പക്ഷെ ഹുക്കുമത്തെ ഇലാഹിക്ക് വേണ്ടി പ്രബോധനം നടത്തുന്ന മാധ്യമത്തിൽ സാലറി ഇല്ല. മാത്രമല്ല, ലീഗ് കോൺഗ്രസ് RSS ഡീലിനെ വെളുപ്പിക്കുന്നത് ഉളുപ്പില്ലായ്മയാണ്. നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്, പച്ച ഭ്രാന്ത്.